ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിഷോപ്പ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അരിയുണ്ട. നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അരിയുണ്ട എങ്ങനെ ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ കൂടുതലായും വീട്ടിലൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. അതേപോലെ നമ്മൾക്ക് എങ്ങനെ ഗോതമ്പ് തരി കൊണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ബെൻസി റവ എന്ന് വെച്ചാൽ റവേനെക്കാട്ടി കുറച്ച് വലുത് ഗോതമ്പ് തരി നമ്മൾ നോർമലായി പറയുന്നത്, ആ ഗോതമ്പ് തരി കൊണ്ട് നമുക്കെങ്ങനെ അരിയുണ്ട പോലെ നല്ലൊരു ഗോതമ്പ് റവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടത്. ഞാൻ എടുത്ത് നമ്മൾ ഗോതമ്പ് തരിയില്ലേ, ഗോതമ്പ് തരിയാണ് ഞാൻ എടുത്തത്. നന്ന വലുതല്ല, ഒരു മീഡിയം സൈസ് ഗോതമ്പ് തരിയാണ്. അതുപോലെ 3 ആണി ബെല്ലമാണ് എടുത്തത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ആദ്യം ഈ ഗോതമ്പ് തരി ഒരു ചട്ടി ഇട്ട് വറുത്ത് നമുക്ക് നല്ല എന്താ പറയുക, നമ്മൾ അരിയൊക്കെ വറക്കുന്നില്ലേ, നമ്മൾ അരിയുണ്ടൊക്കെ ആക്കാൻ വേണ്ടി അരി വറക്കുന്ന പോലെ നല്ല ഗോൾഡൻ കളർ എന്നിട്ട് നല്ല കളറ് വരുന്നവരെ നമുക്ക് വറുത്തുകൊണ്ടിരിക്കാം. ഇതിനെ നമ്മൾ വറുത്തുകൊണ്ടിരിക്കാം. അതേസമയം തന്നെ നമുക്ക് ആ വെല്ലം പാവ് കാച്ചാം. ആ 3 ആണി വെല്ലമില്ലേ, ഒരു സൈഡിൽ നമുക്ക് ആ വെല്ലം പാവ് കാച്ചുകയും ചെയ്യാം. അപ്പോൾ തിളക്കുന്നുണ്ട്, നമ്മൾ വെല്ലം ഇങ്ങനെ പാവ് കാഞ്ഞ് ഇങ്ങനെ തിളച്ച് കുറുകട്ടെ. എന്നിട്ട് അരിച്ചെടുക്കണേ. ഈ വെള്ളത്തിൽ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അരിച്ചെന്തായാലും എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ റവ, നമ്മളെ ഗോതമ്പ് തരി ഇങ്ങനെ നല്ല കളറായി വറുത്ത് എണ്ണയൊന്നും വയ്ക്കണം കേട്ടോ. വെറുതെ ചീനച്ചട്ടി ഏതാ പാത്രം വെച്ചിട്ട് ഡ്രൈ ആയിട്ട് ചൂടാക്കി നല്ല കളറുണ്ടോ, നല്ല കളറായി. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയാക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ച് തണിയിട്ടാണ് നമുക്ക് പൊടിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. കുറച്ച് തണിയിട്ട് പൊടിച്ചെടുക്കുക. നല്ല മിക്സിയിൽ നല്ല വൃത്തിക്ക് പൊടിച്ചെടുക്കുക. ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ട ഞാൻ കുറച്ച് നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചിരകിയിട്ടുണ്ട്, തേങ്ങ എടുത്ത് വെച്ചിന്. പിന്നെ നമ്മളെ വെള്ളം പാവ്, അത് അരിച്ചതാണ്. ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് നല്ല തേങ്ങ കൂടുതൽ താല്പര്യമുള്ളവരാണെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. നമുക്കതിൽ തേങ്ങ ഇടാം. ഏലക്കായ് താല്പര്യമുള്ളവരാണെങ്കിൽ ഏലക്കായ് അതാ പൊടിക്കുന്ന നേരം ഒരു 1-2 അല്ലി ഏലക്കായ് ഇട്ടാൽ അതിൻ്റെ ഫ്ലേവറും കിട്ടും കേട്ടോ. ഈ ചെറിയ തേങ്ങ ഇതിലിട്ടിട്ട് നമ്മളെ പാവില്ലേ, വെള്ളത്തിൻ്റെ പാവ് കുറച്ചായിട്ട് അധികം ഒഴിക്കണ്ട, കുറച്ചായിട്ട്. ഇനി മധുരം താല്പര്യമുള്ളവരാണെങ്കിൽ വെള്ളം കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഒരു 3 ആണി വെള്ളത്തിൻ്റെ പാവ എടുത്തിട്ടു. എന്നിട്ട് അത് ഇതുകൂടെ മിക്സാക്കിയിട്ട് കുഴച്ച് നല്ല വൃത്തിക്ക് കുഴച്ചുകൊണ്ട് എടുക്കാം കേട്ടോ. നല്ല വൃത്തിക്ക് കുഴച്ച്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. നമ്മൾ അരിയുണ്ട പോലെ തന്നെ ഗോതമ്പ് തരി അത്രേ പറയാനുള്ളൂ. എന്നാൽ കുഴച്ച് നല്ല ഇതാക്കിയിട്ടുണ്ട്. കുഴച്ച് സെറ്റാക്കി നല്ല ഈ രൂപത്തിലാക്കി നമുക്കൊരു കുഴ പിടിക്കാൻ പറ്റുന്ന വിധത്തിൽ, ഒരു ബോൾ പിടിക്കാൻ പറ്റുന്ന ആ വിധത്തിലുള്ള കുഴയാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഇത് കുഴച്ച് വെക്കുന്നുണ്ട്, എല്ലാം വേണ്ടി കുഴച്ച് വെക്കുന്നുണ്ട്. ഇതേപോലെ കുഴച്ച് വെക്കുക. കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെയും കഴിക്കാം കേട്ടോ. പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ച് തേങ്ങ ഇങ്ങനെ ബോൾ പിടിച്ച് ആക്കിയിട്ട് തന്നെ കുറച്ചും കൂടെ തേങ്ങ ചിരകി എടുത്തിട്ട് ആ തേങ്ങയിലേക്ക് മുക്കിയിട്ട് ഒന്നും കൂടെ അതിലേക്ക് പുരട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ. ഒരു 4 മണി പലഹാരം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. നമ്മൾ അരിയുണ്ട എന്ന് പറയുന്ന പോലെ ഗോതമ്പ് തരി ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യുക.